TP 51 അതിൻ്റെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നമായിരുന്നു. TP ചന്ദ്രശേഖരൻ വളരെ ദാരുണമായി, വളരെ ഭീകരമായിട്ട് CPM ഫാസിസ്റ്റുകൾ കൊല ചെയ്തതാണ്. ഒരു 51 വെട്ടുവെട്ടി കൊന്ന ആ മനുഷ്യനെക്കുറിച്ച് ആദ്യം തിരക്കഥ രൂപപ്പെടുമ്പോൾ വളരെ സ്വകാര്യമായി വളരെ സീക്രട്ടായിട്ട് തിരക്കഥ പുറപ്പെടുവിച്ച് സിനിമ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ ആവിഷ്കാരവാദികളുണ്ടല്ലോ, പുത്തൻ ബുദ്ധിജീവികൾ, ഇവരുടെ സ്വഭാവം ആ സിനിമ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. പല തവണയായിട്ട് 40-45 ദിവസം മുഞ്ചിയം, വടകര പരിസര പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് നടന്നു. മലയാളത്തിലെ വളരെ പ്രമുഖരായ ഇപ്പോൾ ശിവജി ഗുരുവായൂർ, റിയാസ് ഖാൻ, ഭീമൻ രഘു, ദേവി അജിത്ത് തുടങ്ങിയ ആളുകൾ, ഇവർക്കൊക്കെ ഭീഷണിയായിരുന്നു. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12ഓളം യൂണിറ്റുകൾ തന്നെ CPM ഭീഷണി വന്നിട്ട് പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെയും കൊണ്ട് നമ്മൾ മുടക്കോഴി മലയിൽ പോയ സമയത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വന്ന് അവരെയൊക്കെ ഓടിക്കുകയാണ് ചെയ്തത്. മുടക്കോഴി മല എന്ന് പറയുന്നത് കൊടിസുനിയൊക്കെ ഒളിവിൽ താമസിച്ച സ്ഥലം. പക്ഷേ ആ മുടക്കോഴി മല നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വിലങ്ങാട് അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആർട്ട് ഡയറക്ടർ പോയിട്ട് കണ്ട് നമ്മോട് പറഞ്ഞു, ഓക്കെ സാർ ശരിയാണെന്ന് പറഞ്ഞു. ക്യാമറാമാനും ഞാനൊക്കെ പോയി റിയാസ് ഖാൻ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന അവിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി വന്ന് റിയാസ് ഖാനൊക്കെ ഓടിക്കുകയാണ് ചെയ്തത്.